ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജലജ അബിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ആരുടെ ആടാ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് അബിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ അബി ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേന് അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തോ പറഞ്ഞിട്ടായിരിക്കും ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേന് ഉടനെ തന്നെ ജലജയോട് പറയുന്നുണ്ട്, നവിക്ക് പെയിൻ തുടങ്ങി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന്. ചെല്ലടാ ചെല്ല്, ചെന്നവളെ ആശുപത്രിയിൽ കൊണ്ടാക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ജലജ. ഈ സമയം ദേവയാനിയുടെ അടുത്ത് ഇരുന്ന് നയന പറയുന്നുണ്ട്, എനിക്കങ്ങ് ഭയങ്കര പേടിയാണ്, ചേച്ചിക്ക് പെയിൻ തുടങ്ങാറൊക്കെ ആയ സമയമൊക്കെ ആയി, ഇനി പ്രസവം എടുക്കുന്തോറും ചേച്ചിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടെന്ന്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതിനൊന്നും പേടിക്കണ്ട, ഇപ്പം അബിക്ക് അവളോട് ഭയങ്കര സ്നേഹമല്ലേ, അതുകൊണ്ട് അവൾ ഭയങ്കര സന്തോഷവതിയാണ്, അതുകൊണ്ട് സാധാരണ പോലെ തന്നെ പ്രസവം നടന്നോളും, നീ പേടിക്കൊന്നും വേണ്ട മോളെ എന്നൊക്കെ പറയും. ആ സമയത്ത് അങ്ങോട്ട് അബി ഒരുങ്ങി വരുന്ന കാണും. ഉടനെ ദേവയാനി പറയും, മോൾ ഇച്ചിരി അങ്ങോട്ട് അകന്ന് മാറി നിന്നോളാൻ പറയും. ഉടനെ ദേവയാനിയുടെ അടുത്തുനിന്ന് നയനെ അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്ന അബിയോട് ചോദിക്കുന്നുണ്ട് ദേവയാനി, നീ എവിടെ പോകാമെന്ന് പറഞ്ഞാൽ പറയും, നവിക്ക് പെയിൻ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ നയനെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്, അമ്മയെ ചേച്ചിക്ക് പെയിൻ തുടങ്ങിയല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ പറയും. ഒരു കുഴപ്പമില്ല മോളെ, സാധാരണ പോലെ അങ്ങ് നടന്നോളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവയാനി നയനെ. പിന്നീട് കാണിക്കുന്നത് നവിക്ക് പെയിനൊക്കെ തുടങ്ങിക്കുമ്പോൾ നവി ഇരുന്ന് കാറൊക്കെയാണ്. ആ സമയത്ത് ഗോവിന്ദനും കനയ്യയുടെ കാലും കൈയൊക്കെ തടവി കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് അബി അങ്ങോട്ട് കയറി വരുന്ന. അബി എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ് കാറുന്നുണ്ട് നവിയ. ഉടനെ തന്നെ ഇവർ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പം കനകയെ കൊണ്ടുപോകുന്നുണ്ട്. ഗോവിന്ദനോട് വരണ്ടെന്നും കനക പറയും, ആകെ ടെൻഷൻ ആകുകയില്ലേ, വരണ്ടെന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവിടെ എത്തിയിട്ടാണ് ഇവർ പോകുന്നത്. പിന്നെ പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നൊക്കെയാണ് കാണിക്കുന്നത്. ദേവയാനിയും നയനയും കൂടെ ചന്തുമോളെ മടിയിലൊക്കെ ഇരുത്തി ഫ്രൂട്ട്സും ഒക്കെ കഴിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ജലജയ്ക്ക് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, കഴിപ്പീര് അത് അവിടെ ഇവിടെ കിടന്ന പെൺപിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വളർത്തിക്കോളും, ഇവർക്ക് ആർക്കും ഒരു പണിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, ഇതൊക്കെ പറയാനായിട്ടുള്ള അവകാശം എന്തായാലും അപ്പച്ചിക്കില്ല, അപ്പച്ചിയുടെ വരവും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. പറയും, എന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഉടനെ പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ മോളെ ഇവിടെ മുത്തച്ഛൻ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് ഇവിടെ തന്നെ വളരും, അതിനാരും അഭിപ്രായമൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ദേവയാനിയും നയനെ അതുപോലെ തന്നെ ജലജയോട് അങ്ങ് ദേഷ്യപ്പെടും. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആദർശിന് അങ്ങ് സങ്കടമാകുന്നുണ്ട്. ദേവയാനിയും നയനെ ആ കുഞ്ഞുമായിട്ട് ഒരുപാട് അടുത്തല്ലോ, ഇനി എങ്ങനെയാണ് ഈ കുട്ടി ഇവിടുന്ന് മാറ്റാൻ പറ്റുന്നതെന്നൊക്കെ ഓർക്കും. അന്നേരം ദേവയാനി പറയും, മോളെ വന്ന് എടുക്കടാ മോനെ എന്നൊക്കെ പറയുമ്പോഴത്തേന് ആദർശ് വന്ന് കുട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മോക്ക് കളിപ്പാട്ടം വേണമെന്നൊക്കെ വേണമെന്ന് പറയും. അന്ന് ഞാൻ പുറത്ത് പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയും. ഉടനെ തന്നെ നയനെ പറയുന്നുണ്ട്, അതെന്തിനാണ് ചോദിക്കാതെ തന്നെ മേടിച്ചുകൊണ്ട് കൊടുത്തുകൂടെ എന്ന്. നയനമോക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ആ ചന്തുമോളുമായിട്ട് പെട്ടെന്ന് അടുത്തത് കണ്ടില്ലേ, അവൾ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതെന്നൊക്കെ ദേവയാനി ആദർശിനോട് ചോദിക്കുന്നുണ്ട്. ആദർശിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നീട് കാണിക്കുന്നത് നവിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. നവിയെ കരഞ്ഞുകൊണ്ടൊക്കെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരം അബിയോട് പറയുന്നുണ്ട്, അബി പ്രാർത്ഥിക്കണേ എന്നൊക്കെ, നീ പേടിക്കാതെ ചെല്ല്, ഒന്നും സംഭവിക്കുകയില്ല, ഞങ്ങൾ പ്രാർത്ഥനയോടെ പുറത്ത് കാണുമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിടും. അപ്പോഴത്തേന് അബിയോട് കനക പറയുന്നുണ്ട്, മോനെ ഇതൊക്കെ സ്ത്രീകൾ കൊണ്ടാകുന്ന സാധാരണ വേദനകളല്ലേ, ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഗോവിന്ദേട്ടനാണേലും ഇത് തന്നെയായിരുന്നു, എൻ്റെ 3 പ്രസവത്തിന് ഇത്രയും ടെൻഷൻ അടിച്ചു, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ മോൻ്റെ അമ്മ എൻ്റെ മോളെ സ്നേഹിച്ചില്ലെങ്കിലും മോൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം, അവളുടെ സന്തോഷമായെന്നൊക്കെ പറയുമ്പോഴത്തേന് അബി ഒരുമാതിരി ഗൂഢമായിട്ടുള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ആദർശ റൂമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നതാണ്. എന്നിട്ട് പറയും, മോനെ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്, നിനക്ക് ടെൻഷൻ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ വിഷമിക്കുകയൊന്നും വേണ്ട, സത്യം നമുക്ക് തിരിച്ചറിയാം, ഇപ്പോൾ ആകെ തിരക്കായതുകൊണ്ട് മാത്രമാണ് ഞാനിതിൻ്റെ സത്യത്തിനൊന്നും പുറകെ പോകാത്തത്, എന്തായാലും നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകില്ലെന്ന് എനിക്കറിയാം. പിന്നെ അനിയെ ആ പെൺകുട്ടിയാണെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അക്ഷരം, അപ്പോൾ അനിയെ പറയാൻ പറ്റത്തില്ല, കാരണം അനിക്ക് നന്ദു അല്ലാതെ വേറൊരു പെൺകുട്ടിയെ നേരത്തെ അവൻ സ്നേഹിച്ചിട്ടേ ഇല്ല, പിന്നെ അബിയാണ്, അവൻ്റെ ആണ് ആ കുഞ്ഞെങ്കിൽ അവനങ്ങ് തുറന്നു പറഞ്ഞുകൂടെ, എന്തായാലും അവൻ്റെ കുഞ്ഞാണെന്ന്, അതവൻ പറയുന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നയനയോട് ഇത് തുറന്നു പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം, കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അമ്മയും നയനയും കൂടെ സ്നേഹത്തിലായത് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ അത്രയും പ്രശ്നങ്ങളുണ്ടായത്, അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് പരസ്പരം ഒരു കാര്യം മറച്ചു വെക്കില്ലെന്ന്, അപ്പോൾ ഇത് പറയാതിരിക്കുന്നത് എനിക്ക് ഭയങ്കര കുറ്റബോധമാണെന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നീ സത്യസന്ധനായതുകൊണ്ടാണ് നിനക്ക് ഈ കുറ്റബോധം തോന്നുന്നത്, പക്ഷേ ഇത് അറിയുമ്പോൾ നയനമോളുടെ തന്നെയല്ല ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും നിനക്ക് ഓർമ്മയുണ്ടോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് പറയണ്ട എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. ആനി എടുത്തു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് നന്ദുവിനെ മനസ്സിലോർക്കുന്നുണ്ട്, എന്ത് പാകമായിട്ട് അവൻ
അവൻ എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നത്, എന്നെ കൊണ്ടുപോയി ഡ്രസ്സ് എടുത്ത പോലെ തന്നെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി ഫോൺ വിളിക്കുന്നുണ്ട്. ഇവൻ്റെ കാര്യം ഞാൻ ഓർത്തപ്പോൾ തന്നെ ഇവൻ ഫോൺ വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. അണ്ണേ ഹലോ എന്ന് വെക്കുമ്പോൾ പറയും, ഓ ഭാഗ്യം എടുത്തല്ലോ ഫോണ്, ഞാൻ വിളിച്ചാൽ നീ എടുക്കത്തേ ഇല്ലല്ലോ എന്നൊക്കെ പറയും. എന്തിനാ നീ വിളിച്ചത്, ഇതൊക്കെ വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയും. നേരത്തേനും ഉടനെ നന്ദുവിൻ്റെ മനസ്സിൽ കൂടെ ഒക്കെ ഓർക്കുന്നുണ്ട്, നയനയും ദേവയാനിയൊക്കെ ഇങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞായിരുന്നല്ലോ മോളായിട്ട് അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ. അതൊക്കെ ഓർത്തപ്പോഴത്തേന് പിന്നെ നന്ദു ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് അനിയോട് സംസാരിക്കുന്നത്. അപ്പോൾ അനിക്ക് ഭയങ്കര സങ്കടമാണ്. അനി പറയും, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടു പോകുന്ന കാര്യമില്ല, എനിക്ക് അനാമികയായിട്ടൊരു ജീവിതം വേണ്ട എന്നൊക്കെ പറയും. നീ SI ആയിക്കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടും എന്നെ ഇതിൻ്റെ പേരിൽ പിടിച്ചകത്തിടുകയാണെങ്കിലും ഞാൻ സന്തോഷവതിയാണ്. കാരണം എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ, അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയും. പിന്നെ ഇവിടെയാണ് ആകെ പ്രശ്നമാണ്, നീ അറിഞ്ഞായിരുന്നോ നിൻ്റെ ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറയും. എത്രയും പെട്ടെന്ന് നവ്യേച്ചി ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുമെന്നൊക്കെ പറയും. അയ്യോ ആണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. ഒരു കുഴപ്പമില്ല, പിന്നെ ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്, നീ ആണെങ്കിൽ അവിടെ ട്രെയിനിങ്ങിലായിരിക്കുന്നതുകൊണ്ട് നിനക്കതൊരു പ്രശ്നമല്ല, എക്സസൈസൊക്കെ ആയിട്ടങ്ങ് നീ അങ്ങ് നിൽക്കും. പക്ഷേ ഞാനൊരു ക്യാബിനകത്ത് ഇങ്ങനെ ഇരുന്ന് പുഴുങ്ങുകയാണ്, എനിക്ക് സഹിക്കത്തില്ല ഈ ഇരിപ്പെന്നൊക്കെ പറയും. നീ ഇങ്ങനെ ജോലിയിലൊക്കെ ശ്രദ്ധിക്കാതിരുന്ന അഭിയേട്ടൻ്റെ അവസ്ഥയായിപ്പോൾ നിന്നെ ആ 3 ബ്രാഞ്ചിൽ നിന്ന് എടുത്ത് വെളിയിൽ കളയുമെന്ന് പറയുന്നുണ്ട് നന്ദു. ഉടനെ പറയും, അത് കളഞ്ഞോട്ടെ, എനിക്കത് ഒരു സമാധാനമാകുമല്ലോ, പിന്നെ വേണമെങ്കിൽ നിൻ്റെ കൂട്ടുകാർ പോകുന്ന പോലെ വല്ല ഡെലിവറി ബോയുമായിട്ട് ഞാൻ പൊക്കോളാം, എനിക്ക് അതിനാണേലും സന്തോഷമേ ഉള്ളൂ, നിൻ്റെ സ്നേഹം എനിക്ക് പക്ഷേ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി ഫോൺ വയ്ക്കുന്നത്. പക്ഷേ നന്ദുവിനാകെ ടെൻഷനാകുകയാണ്. നന്ദു എന്തൊക്കെ പറഞ്ഞിട്ടും അനി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നീട് കാണിക്കുന്നത് നയനെ ആദർശയുടെ ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. അഭിയും കനക അവിടെ ഉണ്ട്. കനകയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല മോളെ, ഉടനെ തന്നെ പ്രസവം നടക്കുമെന്ന് അവരറിയിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട് നവിയുടെ ഹസ്ബൻഡ് ആരാന്നൊക്കെ. അപ്പോൾ ഉടനെ അഭി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഉടനെ അഭി മനസ്സിലോർക്കുന്നത്, ദൈവമേ അവക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ച് കാണണേ എന്നോർത്താണ് അങ്ങോട്ട് വരുന്നത്. അന്നേരത്തിന് നേഴ്സ് പറയും, പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാണ്, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്, അഭിക്കൊഴികെ. അഭിയാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്തോ ഒരു സങ്കടത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് സന്തോഷമൊക്കെ അങ്ങ് അഭിനയിക്കുകയാണ്. ഉടനെ ആദർശ് പറയും, എടാ ചെന്ന് നീ എല്ലാവരോടും പറ, അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാം, ഓഫീസിൽ എല്ലാവർക്കും ഇങ്ങനെ മധുരം വിതരണം ചെയ്യണം എന്നൊക്കെ പറയും. എന്തായാലും നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാണ്, ആനന്ദമൂർത്തിയുടെ കൊച്ചുമകനാണ് ഉണ്ടായിരിക്കുന്നതൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് ആദർശ്. അന്നേരത്തേന് അഭി ഉടനെ ആദർശിനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, അത് ഏട്ടൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്, എൻ്റെ കുഞ്ഞല്ല ആദ്യത്തെ കൊച്ചുമകൻ, അത് ചന്തുമോളാണ്, അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ലേ എന്നൊക്കെ. എടാ അത് അവർ അനഘയുടെ വീട്ടുകാരൊക്കെയോ പ്ലാൻ ചെയ്ത് പറഞ്ഞതല്ലേ, അല്ലാതെ ഇതിലൊരു സത്യമൊന്നുമില്ലല്ലോ, എന്നാലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഭി അങ്ങ് പോകുന്നുണ്ട്. ആദർശന് അത് കേൾക്കുമ്പോൾ അങ്ങ് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.